ഹായ്, നമസ്കാരം. നമുക്കൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തൊരു സ്വഭാവമുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ആകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൽ നാം സംതൃപ്തിരാവാത്ത ഒരവസ്ഥയിലാണ് നാമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം, 2 ദിവസം മുമ്പ് പെരുന്നാൾ ദിവസത്തിൽ റിലീസായ നമ്മുടെ അബ്ദുറഹീമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമുക്ക് പറ്റുമെങ്കിൽ സാധിക്കുന്നവരൊക്കെ അബ്ദുറഹീം സാഹിബിനൊന്ന് പോയി കാണുക. അദ്ദേഹം പറഞ്ഞു തരും അകത്തുള്ള ജീവിതത്തിൻ്റെ സുഖവും പുറത്തുള്ള ജീവിതത്തിൻ്റെ സുഖവും. അപ്പോൾ നാം ചിന്തിക്കണം, നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണ്. 20 കൊല്ലം ജയിലിനുള്ളിൽ ഹോമിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ശക്തമായ ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പുറത്തിറക്കാൻ പറ്റിയ, അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന, പുറത്തിറക്കിയ അബ്ദുറഹീം സാഹിബ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിൽ ജീവിക്കാൻ പഠിക്കുക. നാം താഴേക്ക് നോക്കിയിട്ടല്ലേ നടക്കാറ്. നമ്മൾ ആരെങ്കിലും ആകാശത്തേക്ക് നോക്കി നടക്കാറുണ്ടോ? താഴേക്ക് നോക്കുന്നത് എന്തിനാണ്? നമ്മുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്, അത് ബാക്ക് ബെഞ്ചറായിരിക്കോട്ടെ ഫ്രണ്ട് ബെഞ്ചറായിരിക്കോട്ടെ, ആരായാലും ക്ലാസ്മേറ്റ്സ് ചിലപ്പോൾ നമ്മളിലേറെ മാർക്ക് കുറഞ്ഞ ക്ലാസ്മേറ്റ്, നമ്മളിലേറെ സാലറിയും നമ്മളിലേറെ നല്ല ഒരു പൊസിഷനിലും ഒക്കെ എത്തിയിട്ടുണ്ടാകാം. ചിലപ്പോൾ സ്വയം ബിസിനസ്സായിരിക്കാം, സ്വന്തം ബിസിനസ്സായിരിക്കാം, ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എങ്കിലും പക്ഷേ നമ്മുടെ ക്ലാസ്സിലൊരു 40 കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ 40 കുട്ടികളും പാസ് ഔട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 40 ആളും 39 പേരും നമ്മുടെ താഴെ ആയിരിക്കില്ല. അപ്പോൾ നാം എപ്പോഴും താഴേക്ക് നോക്കാൻ ശ്രമിക്കുക. കാരണം ഈ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് നേരിടുന്നവരുണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ കയ്യിലുണ്ടായിട്ടും ഒന്നും എത്താതെ, ഒന്നും നേടാൻ സാധിക്കാത്തവരുണ്ട്. നാം അവരെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിൽ നാം ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ എന്തില്ല എന്നതിനെക്കുറിച്ച് നാം വ്യാകുലപ്പെടാതെ ഇരിക്കുക. നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ കുറ്റം നമ്മൾ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ എന്തില്ല അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അത് മാറ്റി നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിൽ സംതൃപ്തരാകുക. എന്തെങ്കിലും ഒരു സംതൃപ്തി കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, റഹീം സാഹിബിനൊന്ന് പോയി കാണാം. അപ്പം നമുക്ക് നല്ല സന്തോഷം കിട്ടും. പാവം, നമുക്കറിയാം ഒരു ദിവസം പോലും ജയിലിനകത്താണെങ്കിൽ അതിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന്. ആ സഹോദരനോട് അദ്ദേഹം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളായിരിക്കാം ലഭിച്ചിട്ടുണ്ടായിരിക്കുക. എങ്കിൽ പോലും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ സഹോദരനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞ് തരുമായിരിക്കാം. നാമൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്.